വളരെ വ്യത്യസ്തമായ ഒരു തീം പ്രവർത്തനവുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. മഴയും കാലാവസ്ഥയും എന്ന തീമിനെ ആസ്പദമാക്കിയുള്ള പ്രവർത്തനമാണ് ഇത്. അംഗൻവാടിയുടെ ഉള്ളിൽ തന്നെ വളരെ മനോഹരമായ ഒരു പുഴ ഒരുക്കിയിരിക്കുകയാണ്. പുഴയിൽ മീനുകളുണ്ട്, തോണികളുണ്ട്, തവളകളുണ്ട്, കല്ലും മണലും. പുഴയുടെ തീരത്തായി ധാരാളം ചെടികളും ഉണ്ട്. ധാരാളം പാഴ്ചെടികൾ പറിച്ചെടുത്തു കൊണ്ടുവന്ന് പേപ്പറിൽ നിരത്തിയിരിക്കുകയാണ്. പുഴ അധികം വിസ്തൃതിയുള്ളതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് ഇടുങ്ങിയതായാൽ കുട്ടികൾ അതിലൂടെ ബാലൻസ് ചെയ്ത് നടക്കുമ്പോൾ അവർക്ക് ശാരീരിക ചാലക വികാസം സാധ്യമാവും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ പുഴ തയ്യാറാക്കി അതിൽ മീനുകളിടുമ്പോൾ മീനുകൾക്ക് കണ്ണ് കൊടുത്തിരിക്കുന്നത് കാന്തം ഉപയോഗിച്ചാണ്. കുട്ടികൾക്ക് ചൂണ്ടയിടാനുള്ള അവസരം നമുക്ക് കൊടുക്കാൻ പറ്റും. ചൂണ്ടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായി കളിച്ചൂണ്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നൂലിൻ്റെ അറ്റത്ത് കാന്തം കെട്ടിയിട്ടാണ്. അപ്പം മീനിൻ്റെ കണ്ണുകൾ കാന്തം ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ചൂണ്ടയും കാന്തം ഉപയോഗിച്ച് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് മീനെ പിടിച്ചെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ഇത്. അതുപോലെ കുഞ്ഞുതവളകളും തോണികളും മണലും കല്ലുകളും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിരത്തിയിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലിറങ്ങേണ്ടത്, വെള്ളത്തിലിറങ്ങുമ്പോൾ ഡ്രസ്സ് നനയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാവർക്കും ഈ വെള്ളത്തിലൂടെ മീനുകളെ ചവിട്ടാതെ, തോണി ചവിട്ടാതെ, കല്ലുകൾ ചവിട്ടാതെ നടന്നു പോകുവാനുള്ള അവസരം കൊടുക്കണം. ശേഷം കുട്ടികൾ ഓരോരുത്തരായിട്ട് മീനെ പിടിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ഇത്. ഇനി ഈ ഒരു പ്രവർത്തനത്തിൻ്റെ വിവിധ വശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, ഈ പുഴയിൽ ധാരാളം മീനുകളുണ്ട് അല്ലേ? കുട്ടികളോട് എത്ര മീനുകളുണ്ട്, ഓരോരുത്തർക്കും എത്ര മീനുകൾ പിടിക്കാൻ പറ്റും, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. എത്ര തവളകളുണ്ട്, എത്ര കല്ലുകളുണ്ട്, എത്ര തോണികളുണ്ട്? കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അവസരം നമുക്ക് ചോദിക്കാനും കുഞ്ഞുങ്ങൾക്ക് പറയാനുമുള്ള ഒരുപാട് അവസരം ഈ ഒരു പ്രവൃത്തിയിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മണലിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം മണലിട്ട് കഴിയുമ്പോൾ ആ പ്രതലം പരുപരുത്തതാവും. ഈ പരുപരുത്ത പ്രതലത്തിലൂടെ കുഞ്ഞുങ്ങൾ നടന്ന് പുഴയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ കാലിൽ നിറയെ മണലായിരിക്കും. അപ്പോൾ അവർ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ പേപ്പർ കൊടുക്കും. പേപ്പറിലേക്ക് കുഞ്ഞുങ്ങൾ കാലിലെ മണലെല്ലാം തുടച്ചിടും. അപ്പം പുറത്തേക്ക് പോകുന്ന മണലുകളൊക്കെ അവർ വാരി ഇടണം. അപ്പോൾ അതിനു വേണ്ടി അവരുടെ കുഞ്ഞു വിരലുകൾ നന്നായി വളയുകയും മടക്കുകയും ഒക്കെ ചെയ്യണം. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം വികാസങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു പ്രവർത്തനമാണ്. പിന്നെ പുഴയുടെ രണ്ട് സൈഡിലും ധാരാളം ചെടികളുണ്ട് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സീൻ നമ്മൾ അംഗൻവാടിയിൽ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടാലും മതിയാവില്ല, സംസാരിച്ചും മതിയാവില്ല. പലവട്ടം, അതായത് ഒരു ദിവസം കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഞാനിവിടെ മീനിന് കണ്ണ് കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റ് കാന്തം ഉപയോഗിച്ചാണ്. അപ്പം ഞാനിവിടെ ചൂണ്ടയുണ്ടാക്കിയിട്ടുണ്ട്. ചൂണ്ടയായിട്ട് ഉപയോഗിക്കുന്നതും കാന്തം തന്നെയാണ്. കമ്പിൽ നൂല് കെട്ടി അതിൻ്റെ അറ്റത്ത് കാന്തം കെട്ടിയിട്ടാണ് നമ്മൾ ചൂണ്ടയാക്കിയിട്ടുള്ളത്. അപ്പോൾ ചൂണ്ട കൊണ്ട് മീനെ പിടിക്കുന്നു. മുൻപ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും ഈ ചൂണ്ട മീനിൻ്റെ കണ്ണിലേക്ക്
ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ഐ കോണ്ടാക്റ്റ് പിന്നെ നന്നായിട്ട് അവരുടെ കണ്ണുകളും ബുദ്ധിയും കൈയുടെ ചലനവും ഒക്കെ കറക്റ്റ് ആവണം. അത് ഒരു മീനെ പിടിക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നത്. ഇത് അംഗൻവാടിയിൽ ഒരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അംഗൻവാടിയുടെ ക്ലാസ് റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കണം ഇത് ഒരുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1-2 ദിവസം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാനും അവർക്ക് മാറി മാറി ഇതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ സംശയങ്ങൾ മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് അതുകൊണ്ട് സാധിക്കും. മണ്ണോടുകൂടിയാണ് നമ്മൾ ഈ ചെടികൾ പിഴുതെടുത്തിരിക്കുന്നത്. കാട്ടുചെടികളാണ്. അപ്പോൾ അത് മണ്ണോടുകൂടി, ചില ചെടികൾ നമുക്കറിയാമല്ലോ, പറിച്ചെടുക്കുമ്പം അതിൻ്റെ വേരുപടലം കൂടുതലുള്ളതാണെങ്കിൽ മണ്ണോട് കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നോക്കി പറിച്ചു കൊണ്ടുവന്ന് അത് പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഒരു പേപ്പർ ഇട്ട് പേപ്പറിലേക്ക് വെച്ചാൽ മതി. അതിനുശേഷം കുപ്പിയിൽ വെള്ളം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തക കൂടി സഹകരിക്കാറുണ്ട്. ഒരാൾ മാത്രം വിചാരിച്ചാൽ വൃത്തിയായി പ്രീ സ്കൂൾ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകരുടെ സഹായം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം സഹകരിച്ച് ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഞങ്ങൾ 2 പേരും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇത്രയും മനോഹരമായി ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.